റിങ്കിൾസ് ഒന്നും ഇല്ലാതെ എന്നും ചെറുപ്പമായിട്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് പറഞ്ഞു തരുന്ന ഈ ഒരു സിറം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്രയും റിസൾട്ടാണ് നമ്മുടെ സ്കിന്നിന്, അത്രയും ഗ്ലോ ആക്കും. അതുപോലെ തന്നെ ഇപ്പോൾ റിങ്കിൾസ് ഉള്ളവരാണെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ നമ്മളുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ നല്ലൊരു മാറ്റം വരും കേട്ടോ. അതും ഹോം മെയ്ഡായിട്ട് 100% നാച്ചുറലായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന സിറമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ആൻറ്റി ഏജിങ്ങിലുള്ള എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. അത്രയും റിസൾട്ടായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നോക്കാം. വെൽക്കം ബാക്ക് ടു നിംസ് ബൈ ഷൈന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കറിയാം സിറം നമ്മുടെ സ്കിന്നിനെ എപ്പോഴും ഒന്നുകൂടെ ഗ്ലോ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ സിറം നമുക്ക് മസ്റ്റായിട്ട് ഉപയോഗിക്കണോ എന്ന് പലരും നമ്മളോട് ചോദിക്കാറുണ്ട്. സിറം ഉപയോഗിച്ച് വരുവാണെങ്കിൽ നല്ലതാണ്. നമ്മൾ സ്കിൻ കെയറിൽ എപ്പോഴും നമ്മൾ സിറം ഉപയോഗിക്കണം. പക്ഷേ ഇതുപോലെ നമുക്ക് ഹോം മെയ്ഡായിട്ട് നാച്ചുറലായിട്ടുള്ള സിറം ഉപയോഗിക്കുമ്പോൾ ശരിക്കും നമുക്ക് എന്താ പറയുക, ഭയങ്കര റിസൾട്ടാണ്. അത് മാത്രമല്ല നമുക്ക് ഭയങ്കര ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതും കൂടിയാണ്. കാരണം ഇതിനകത്ത് ഒരു രീതിയിലെ കെമിക്കലോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല എന്നുള്ളതാണ്. അതുമാത്രമല്ല നല്ല കറക്റ്റായിട്ടുള്ള ഒരു സിറമാണ് നമ്മൾ തയ്യാറാക്കുന്നതെങ്കിൽ അത്രയും റിസൾട്ടും നമുക്ക് കിട്ടും. അപ്പോൾ ആൻറ്റി ഏജിങ്ങിലുള്ളവർ, സ്കിൻ പെട്ടെന്ന് തന്നെ ഡ്രൈ ആവുന്നു എന്നുള്ളവർ, ഭയങ്കര റിങ്കിൾസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവർ, അവർക്ക് എല്ലാവർക്കും ഞാൻ ഇന്ന് പറഞ്ഞു തരുന്ന ഈ ഒരു സിറം എന്തായാലും ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നുള്ള എന്തൊക്കെയാണ് അതിന് വേണ്ടതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് അലോവേറ ജെല്ലാണ്. അലോവേറ ഇല്ലാതെ നമുക്ക് ഒരു പരിപാടി ഇല്ല കേട്ടോ. അപ്പോൾ അലോവേറ 2 സ്പൂൺ എടുക്കുക. അലോവേറ എടുക്കുമ്പോൾ എപ്പോഴും ഞാൻ പറയാറുണ്ട്, നല്ല ക്ലിയർ ആയിട്ടുള്ള അലോവേറ ആയിരിക്കണം. അതായത് കളറൊന്നും ആഡ് ചെയ്യാത്ത നമുക്ക് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള അലോവേറ ജെല്ലായിരിക്കണം എടുക്കേണ്ടത്. കാരണം ഷോപ്പിൽ മേടിക്കുന്ന എല്ലാ അലോവേറ ജെല്ലും നമുക്ക് എന്താ പറയുക, ഒരിക്കലും കറക്റ്റായിട്ടുള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കുക, അലോവേറ എടുക്കുന്ന സമയത്ത് ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, ഒരു കളറും ആഡ് ചെയ്തിട്ടുണ്ടാവാൻ പാടില്ല. അങ്ങനെയാണോ എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് വേണം അലോവേറ ജെൽ നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. അത് നമ്മൾ 2 സ്പൂൺ ഒരു ബൗളിനകത്ത് 2 സ്പൂൺ എടുക്കുക. അതിന് മുമ്പായിട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടതെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമ്മുടെ ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ല് എടുക്കണം. അപ്പോൾ ഫ്ലാക്സ് സീഡ് ജെല്ല് ഞാൻ ഇതിന് മുമ്പും ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരുവാണ്. നമുക്കൊരു 4 to 5 സ്പൂൺ നമുക്ക് ഫ്ലാക്സ് സീഡ് എടുക്കുക. ഓക്കെ, അതിലേക്ക് നമ്മൾ ഒരു 1 to 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ തിളപ്പിക്കുക. ഇതൊന്ന് 7 to 8 മിനിറ്റ് വരെ നന്നായിട്ട് തിളപ്പിച്ച് എടുക്കുമ്പോൾ നമുക്കതൊരു കുറുകി നമുക്കതൊരു ജെൽ രൂപത്തിലായിട്ട് വരും. അപ്പോൾ അത് ഒന്ന് നല്ല ചൂടോടുകൂടെ നമുക്കിത് എടുക്കരുത്. ഇച്ചിരി ഒന്ന് തണുത്തതിന് ശേഷം നമുക്കതൊന്ന് ആ ജെല്ല് മാത്രമായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ആ ജെല്ല് നമുക്കിതിനകത്ത് 1 to 1.5 സ്പൂൺ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ 2 സ്പൂൺ നമ്മളുടെ അലോവേറ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഫ്ലാക്സ് സീഡ് ജെല്ലാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. നമുക്കിത് പറയുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും പക്ഷേ ഇത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അതായത് ഫ്ലാക്സ് സീഡ് ജെല്ലൊക്കെ എടുക്കണോ അങ്ങനെയൊന്നും ചിന്തിക്കരുത്. പക്ഷേ ഇത് ചെയ്താൽ ഭയങ്കര റിസൾട്ടാണ്. ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീണ്ടും വീണ്ടും പറയുകയാണ്, അത്രയും ഗ്ലോ ആവണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഇത് ചെയ്യണം. അപ്പോൾ 1.5 സ്പൂണോളം നമുക്ക് ഫ്ലാക്സ് സീഡ് ജെല്ല് നമുക്ക് എടുക്കാവുന്നതാണ്. ദെൻ അതിലേക്ക് നമ്മൾ 2 സ്പൂൺ നമ്മൾ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ഈസി അല്ലേ? റോസ് വാട്ടർ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. ചില റോസ് വാട്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് ടോണറായിട്ട് എടുക്കാം. അതിൽ കൂടുതലും ആൽക്കഹോൾ കണ്ടൻറ്റ് വരുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ ആൽക്കഹോൾ കണ്ടൻറ്റ് വരുന്നത്, അതാണ് ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്റ്റുകൾ നമ്മൾ പറയുന്നത്. ഈ ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്റ്റുകൾ നമ്മൾ സ്കിന്നിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, നമ്മൾ പോലും ആദ്യമൊന്നും അറിയത്തില്ല എന്താ പ്രശ്നം സംഭവിക്കണമെന്ന് പോലും അറിയില്ല. പിന്നീടാണ് നമുക്ക് അറിയുന്നത്. അപ്പോൾ അത് നമ്മളുടെ സ്കിന്നിൻ്റെ സെൽസിനെ ഡാമേജ് ആക്കും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് സ്കിന്നിന് വരും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വാങ്ങിക്കുക. അപ്പോൾ റോസ് വാട്ടർ നല്ല ബ്രാൻഡ് നോക്കിയിട്ട് റോസ് വാട്ടർ ചൂസ് ചെയ്യാം. അപ്പോൾ അത് നമുക്കൊരു 2 സ്പൂൺ നമുക്ക് റോസ് വാട്ടർ എടുക്കാം. അതിലേക്ക് നമ്മൾ കുറച്ച് ഗ്ലിസറിനാണ് എടുക്കുന്നത്. അപ്പോൾ അതും നമുക്ക് 2 സ്പൂൺ നമ്മൾ ഗ്ലിസറിനും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം തന്നെ നല്ല രീതിയിൽ മിക്സ് ചെയ്യണം കേട്ടോ. ഓരോന്നും നമ്മൾ ആഡ് ചെയ്യുമ്പോഴും നന്നായി മിക്സ് ചെയ്ത് നമ്മളത് ചെയ്യണം. അപ്പോൾ നല്ല രീതിയിൽ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ദെൻ അടുത്തത് നമുക്ക് വേണ്ടത്, നമുക്ക് 1.5 സ്പൂൺ വെച്ച് വലിയ സ്പൂണിലേക്കല്ല കേട്ടോ ഗ്ലിസറിൻ 2 സ്പൂൺ എടുക്കുക. കുഞ്ഞ് സ്പൂൺ ഉണ്ടല്ലോ, ചെറിയ ടീസ്പൂൺ, അതിൽ നിന്ന് 2 സ്പൂൺ എടുത്താൽ മതി. ദെൻ അതിലേക്ക് നമുക്ക് ഇനി വേണ്ടതെന്ന് വെച്ചാൽ ജോജോബോ ഓയിൽ നമുക്ക് ഷോപ്പിലെല്ലാം മേടിക്കാൻ കിട്ടുന്നതാണ്. അത് മേടിക്കാൻ കിട്ടുന്നില്ല എങ്കിൽ അരഗൺ ഓയിൽ എടുക്കുക കേട്ടോ. ജോജോബോ അല്ലെങ്കിൽ അരഗൺ ഓയിൽ, ഇതിലേതെങ്കിലും ഒരെണ്ണമായിരിക്കും
ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഇതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് 1 ടീസ്പൂൺ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഭയങ്കര സ്കിൻ ഇച്ചിരി കോമ്പിനേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അർഗൺ ഓയിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. നിങ്ങൾക്ക് ഇച്ചിരി ഒരു ഓയിൽ ഫീലും അതുപോലെ തന്നെ കുറച്ച് ഒരു ലൈറ്റായിട്ട് ഒരു ഡ്രൈനെസ്സും ഒക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അർഗൺ ഓയിൽ എടുക്കാം. ഇനി അതല്ല ഒരു നോർമൽ ടു ഡ്രൈ സ്കിന്നൊക്കെ ആയിട്ടാണ് തോന്നുന്നതെങ്കിൽ ജോജോബ ഓയിൽ എടുക്കാം. അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതെടുക്കാം. ഇത് രണ്ടും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് റോസ് ഹിപ്പ് ഓയിൽ എടുക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു റോസ് ഹിപ്പ് ഓയിലിനെ കുറിച്ചിട്ട്. അപ്പോൾ അത് നിങ്ങൾ കുറേ പേര് അത് മേടിച്ച് ഉപയോഗിച്ച് ഭയങ്കര റിസൾട്ടാണെന്നൊക്കെ അറിഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ ഇത് രണ്ടും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇതിന് പകരമായിട്ട് റോസ് ഹിപ്പ് ഓയിൽ എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ജോജോബ, അതല്ലെങ്കിൽ അർഗൺ ഓയിൽ, ഇതിലേതെങ്കിലും ഒന്ന് എടുക്കുക. കാരണം അത്രയും നമ്മൾ ഈ ഓയിലും ഗ്ലിസറിനും അലോവേറയും അതുപോലെ തന്നെ നമുക്കിതിനകത്ത് എന്താ പറയുക റോസ് വാട്ടർ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ കൊടുക്കുമ്പോൾ സ്കിൻ ഭയങ്കര സൂപ്പറായിരിക്കും കേട്ടോ. ഭയങ്കര സ്മൂത്തായിരിക്കും. നമ്മുടെ സ്കിൻ ടെക്സ്ചർ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് വരും. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ഒരു ബൗളിൽ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് എപ്പോഴും ഒരു പ്രൊഡക്റ്റ് അറിയുന്നതല്ല, പ്രൊഡക്റ്റ് എങ്ങനെ ഉപയോഗിക്കുന്നതും കൂടി വാച്ച് ചെയ്യണം കേട്ടോ. പെട്ടെന്ന് ഓക്കെ ഇതിങ്ങനെയാണോ ചെയ്യേണ്ടത് എന്ന് മാത്രം നോക്കി പോകരുത്, ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതും കൂടി മനസ്സിലാക്കണം. അപ്പോൾ ഞാനിത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതും കൂടി പറഞ്ഞുതരാം. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്ത് ഒരു ബോട്ടിലിനകത്താക്കി വയ്ക്കുക. നമുക്കിതൊരു കുറച്ച് ദിവസത്തേക്ക് വരും കേട്ടോ. നമ്മൾ ഇത്രയും ഒരു ക്വാണ്ടിറ്റിയാണ് എടുക്കുന്നതെങ്കിൽ എന്തായാലും കുറച്ച് ദിവസത്തേക്കും കൂടെ വരും. ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസമൊക്കെ വരും. അപ്പോൾ അതൊന്നും നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇനി അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അലോവേറ ജെല്ല് എടുത്തിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് നമ്മൾ റോസ് വാട്ടർ എടുത്തു. നമ്മൾ ഏറ്റവും വേണ്ടത് നമ്മൾ മാജിക്കായിട്ടുള്ള ഒരു മാജിക്കൽ എന്താ പറയുക അതിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് നമ്മളുടെ ഫ്ലാക്സീഡ് ജെല്ലാണ്. കാരണം നമ്മളുടെ റിങ്കിൾസ് ഭയങ്കരമായിട്ട് കുറയ്ക്കാനും സ്കിൻ ഗ്ലോ കിട്ടാനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം അതിനകത്ത് നമ്മൾ ഫ്ലാക്സീഡ് ജെല്ലുണ്ട്, അർഗൺ ഓയിൽ അല്ലെങ്കിൽ ജോജോബ ഓയിലുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്ത് വരുമ്പോൾ അത്രയും ഗ്ലിസറിൻ വരുന്നുണ്ട്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വരുമ്പോൾ ഭയങ്കര റിസൾട്ടായിരിക്കും. അപ്പോൾ ഒരു ചെറിയ കുഞ്ഞു ബോട്ടിലിനകത്താക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സ്കിൻ കെയർ റൊട്ടീനിൽ ക്ലെൻസ് ചെയ്യുക. ക്ലെൻസ് ചെയ്തതിന് ശേഷം നമ്മളുടെ ടോണർ യൂസ് ചെയ്യുക. ടോണർ യൂസ് ചെയ്തതിന് ശേഷം നമ്മുടെ സിറം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ നമ്മളിപ്പോൾ പറഞ്ഞ സിറം ടോണറിന് ശേഷം ആഫ്റ്റർ ടോണറാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് കേട്ടോ. ടോണറിന് ശേഷം സിറം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. സിറം അപ്പം ടോണർ വേണം. നമുക്കറിയാം സ്കിൻ കെയർ ഇല്ലാതെ ഞാൻ എല്ലാ വീഡിയോസിലും കണ്ടിന്യൂസ് പറയുന്നതുകൊണ്ട് എനിക്ക് പറഞ്ഞ് മടുത്തിട്ടുണ്ട്. എന്നാലും പറയുവാണ് സ്കിൻ കെയർ ആണ്. നമ്മൾ ഇതൊന്നും ഇപ്പോൾ ഇതൊരു പാക്ക് പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന സംഭവമല്ല. ഇതൊരു എന്താ പറയുക നമുക്ക് ശരിക്കും ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു സിറമാണ്. സിറം എപ്പോഴും സ്കിന്നെ ടോൺ ചെയ്തതിന് ശേഷം വേണം സിറം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. സിറം അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധമായിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അത് മറന്നു പോകരുത്. സിറവും മോയ്സ്ചറൈസറും മസ്റ്റാണ് കേട്ടോ. ടോണറും മോയ്സ്ചറൈസറും മസ്റ്റാണ്. ആദ്യം ക്ലെൻസ് ചെയ്യുക, ദെൻ ടോണർ യൂസ് ചെയ്യുക. ടോണറിന് ശേഷം നിങ്ങൾ ഈ സിറം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഈ സിറം അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. സിറം സ്കിന്നിലേക്ക് നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ടോണർ അറിയാലോ, ഡാബ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ഒരു 30 സെക്കൻഡിന് ശേഷം സിറം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്കൊരു പ്രോപ്പറായിട്ടുള്ള സ്കിൻ കെയർ നിങ്ങളുടെ സ്കിന്നിനനുസരിച്ചിട്ടുള്ള ക്ലെൻസർ ആയിരിക്കണം എടുക്കേണ്ടത്, അതിനനുസരിച്ചിട്ടുള്ള ടോണർ ആയിരിക്കണം എടുക്കേണ്ടത്, അതിനനുസരിച്ചിട്ടായിരിക്കണം നമ്മുടെ മോയ്സ്ചറൈസറും നൈറ്റ് ക്രീമും ഒക്കെ വരേണ്ടത്. അപ്പോൾ നിങ്ങൾക്കൊരു പ്രോപ്പർ സ്കിൻ കെയർ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും നമ്മൾ 3 മാസത്തെ ഗൈഡൻസ് ഉണ്ട്. 3 മാസം നിങ്ങൾ പ്രോപ്പറായിട്ട് ഞാൻ ഗൈഡ് ചെയ്തുകൊണ്ട് സ്കിൻ്റെ ടെക്സ്ചർ കംപ്ലീറ്റ് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് ഒരു ഹെൽത്തി ടെക്സ്ചറിലൂടെ നമ്മുടെ സ്കിൻ്റെ പ്രശ്നങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് നമുക്ക് എന്താ പറയുക നമ്മൾ ഒരു ക്ലിയർ സ്കിൻ കൊണ്ടുവരാനായിട്ട് പറ്റും. അത് ലൈഫ് ടൈമിലേക്ക് നമുക്കൊരു ക്ലിയർ സ്കിൻ കൊണ്ടുവരാനാണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത്. അല്ലാതെ പെട്ടെന്ന് വെളുക്കാനുള്ള സംഭവമല്ല. അപ്പോൾ നിങ്ങൾക്കൊരു ഗൈഡൻസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിലുണ്ട്, അതിലേക്ക് മെസ്സേജ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പേഴ്സണൽ ഗൈഡൻസ് എടുക്കാവുന്നതാണ്. പേഴ്സണൽ ഗൈഡൻസിൽ നിങ്ങളുടെ സ്കിന്നിനെ കൺസൾട്ട് ചെയ്യും, വീഡിയോ കോൾ വഴി കൺസൾട്ട് ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ അയച്ചു തരും. അതിനുശേഷം പ്രൊഡക്റ്റ് വന്നതിന് ശേഷം അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഞാൻ വീഡിയോ കോൾ വഴി കാണിച്ചു തരും. അങ്ങനെ നിങ്ങൾ ഓരോ ദിവസവും കറക്റ്റായിട്ട് പറഞ്ഞു. കാരണം ഒരുപാട് പേർക്ക് സ്കിൻ കെയർ അറിയത്തില്ല, പ്രൊഡക്റ്റ് മേടിക്കാൻ അറിയില്ല. അതുകൊണ്ട് തന്നെ സ്കിന്നിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല പല ഡോക്ടേഴ്സിനെ കണ്ട് ഒരു രീതിയിലെ റിസൾട്ടും കിട്ടാത്ത ഒത്തിരി പേരുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് എന്തിനാണ് നമ്മൾ ഡോക്ടേഴ്സിനെ
സ്കിന്നിന് എന്തെങ്കിലും അസുഖമോ ഇനി പ്രശ്നം വരുമ്പോൾ പോയി കാണാം. നമ്മളൊരു സ്കിൻ കെയറിന് വേണ്ടിയിട്ട് നമുക്ക് ആരെയും കാണേണ്ട ആവശ്യമില്ല. അത് കറക്റ്റായിട്ട് നമ്മളുടെ ആ ഒരു റൊട്ടീൻ അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്കിൻ കെയർ റൊട്ടീൻ കറക്റ്റായിട്ട് അറിയണം. നിങ്ങളുടെ പ്രശ്നങ്ങൾ നമുക്ക് വേണ്ടത് എപ്പോഴും എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് 30 വയസ്സിൽ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ 40 വയസ്സ് കഴിയുമ്പോൾ നിങ്ങളുടെ സ്കിന്നിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും. ആ സമയത്ത് നമ്മൾക്ക് എന്ത് തോന്നും, അയ്യോ ഞാൻ പെട്ടെന്ന് എനിക്ക് ഏജ് ആയതുകൊണ്ടാണ് തോന്നുന്നു എനിക്ക് ഈ പ്രശ്നം ആ പ്രശ്നം. അതൊന്നുമല്ല, നമ്മൾ 30 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ സ്കിന്നിന് പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഇത്രയും പ്രശ്നങ്ങൾ വരുന്നതെന്നുള്ളതാണ്. അപ്പോൾ 40 വയസ്സ് കഴിഞ്ഞോ നിങ്ങൾക്ക് ഒരുപാട് സ്കിന്നിന് പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതെല്ലാം ഒരു പരിഹാരം വേണം, ഒരു ക്ലിയർ ആവണം എന്നുണ്ടെങ്കിൽ, ഞാനിവിടെ ഒരു രീതിയിലെ കെമിക്കലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ പ്രോപ്പറായിട്ടുള്ള ഒരു സ്കിൻ ടെക്സ്ചർ പറഞ്ഞു തന്നുകൊണ്ട് അതിലൂടെ നിങ്ങളുടെ സ്കിൻ നമുക്ക് ബെറ്ററാക്കി എടുക്കാൻ പറ്റും. അത് ലൈഫ് ടൈമിലേക്ക് നമുക്ക് റിസൾട്ട് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളുടെ പേഴ്സണൽ ഗൈഡൻസ് വേണ്ടവർ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. അപ്പോൾ അതിന് ഫീസ് ഉണ്ട്, 5000 റുപ്പീസ് 3 മാസത്തേക്ക് ഗൈഡൻസിനുള്ള ഫീസാണ് വരുന്നത്. അത് ഓക്കെ ആണെങ്കിൽ മാത്രം മെസ്സേജ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇന്നത്തെ ഈ ഒരു സിറം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് എന്നെ അറിയിക്കണം. അത്രയും സൂപ്പർബായിരിക്കും, റിസൾട്ട് 100% ആണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ ബൈ.